ഹലോ ഗൈസ്. വയനാട് ചുരം വഴി എപ്പം പോയാലും സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടുത്തെ വാനരപ്പട. വയനാട് ചുരത്തിന്റെ ഭംഗിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ടീംസും കൂടിയാണ് ഇവിടെയുള്ള ഈ കുരങ്ങന്മാരൊക്കെ. ചുരത്തിലെ കുരങ്ങന്മാരെ കൊണ്ട് പൊതുവെ ആളുകൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറില്ല. അതുവഴി പോകുന്ന യാത്രക്കാർ എടുക്കുന്ന ഭക്ഷണവും വെള്ളമൊക്കെ കുടിച്ച് അവിടെ എവിടെയെങ്കിലും ഓടിച്ചാടി നടക്കാറാണ് പതിവ്. പക്ഷെ ഇവരുടെ കൂട്ടത്തിലും കുറെ വില്ലൻ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഫോണിലൊക്കെ കളിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വന്ന് ഫോണൊക്കെ ഒരു തട്ടിപ്പറിച്ചൊരു ഓട്ടൊക്കെ ഉണ്ട്. വയ്യത്താലെ പോയാൽ ഭാഗ്യം കിട്ടും, അല്ലെങ്കിൽ അത് പോയി. അങ്ങനെ ചില കുസൃതി പരിപാടികളും ഇവരുടെ അടുത്തുണ്ട്. വയനാട്ടിലെ തന്നെ സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ എന്നീ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പറയുന്നേക്കാം അവിടെയൊക്കെ ചെടി പോലും കുഴിച്ചിടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ചെടി കുഴിച്ചിട്ടാൽ പിറ്റേ ദിവസത്തേക്ക് അത് പൊട്ടിച്ചളയും. ഡ്രസ്സൊക്കെ അലക്കിയിട്ടാൽ അത് കീറിക്കളയുക, വീടിനുള്ളിൽ കയറി ഭക്ഷണം എടുത്ത് ഓടിക്കളയുക. ഇങ്ങനെയുള്ള കുറേ പരാതികൾ കുരങ്ങന്മാരെ കുറിച്ച് ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കേൾക്കാറുണ്ട്. ഇവിടെയുള്ള കുട്ടിക്കുരങ്ങന്മാർ ഓരോ കളികളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇപ്പം തന്നെ രണ്ട് കുരങ്ങന്മാർ പൊരിഞ്ഞടിയാണ്, ഒരാൾ മുന്നിൽ നിന്ന് ചോക്ലേറ്റും കഴിക്കുന്നുണ്ട്. വേനൽക്കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെയുള്ള കുരങ്ങന്മാർക്ക് വെള്ളവും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നല്ലോണം കൊടുക്കാറുണ്ട്. ഇപ്പം മഴക്കാലം അതിനെക്കൊണ്ട് ഓരോ സ്നാക്സ് ഒക്കെയാണ് ഇവിടെ ഓരോരുത്തർ കൊടുക്കുന്നത് കാണുന്നത്. പതിയെ ആ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്കുരങ്ങ റോട്ടിലേക്ക് കയറിയെങ്കിലും വണ്ടികളുടെ ഒച്ചയും വരുന്ന വരവ് കണ്ടിട്ടാണോ എന്നറിയില്ല, ബോസ് വേഗം സൈഡിലേക്ക് തന്നെ ഇറങ്ങി. ഈ കുരങ്ങന്മാരുടെ അടിയാണെങ്കിൽ എത്ര നേരം കഴിഞ്ഞിട്ടും കഴിയുന്നില്ല. ഒരാളൊന്ന് വിശ്രമിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് മറ്റോ വീണ്ടും പോയി അവൻ്റെ വാല് പിടിച്ച് വലിക്കും, പിന്നെയും പൊരിഞ്ഞടി. കുറേ നേരം ഈ കുട്ടിക്കുരങ്ങന്മാരെ അടിയും കണ്ട് വേറൊരു വലിയ കുരങ്ങ ആ കൈവരിൻ്റെ മേലെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഇനി കുറച്ച് നേരം ആശാനെ ഷൂട്ട് ചെയ്യാന്ന്. അങ്ങോട്ടേക്ക് പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മോഡലിനെ പോലെയായിരുന്നു. എനിക്ക് വേണ്ട ഓരോ പോസിലും ബോസ് നിന്ന് വന്നു. അങ്ങനെ ആശാൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് വേറെ രണ്ട് കുരങ്ങന്മാരെ കണ്ട്. അവർ രണ്ടാളും അവിടെ ഇരുന്ന് എന്തോ പേനോ ചെള്ളൊക്കെ നോക്കുക. അപ്പം ഞാൻ പതുക്കെ അങ്ങോട്ടേക്ക് പോയി. എൻ്റെ ആഗമനം അവർക്ക് അത്ര പിടിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇവനൊന്നും വേറെ ഒരു പണിയില്ലേ, ശല്യം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് കുരങ്ങ അങ്ങോട്ട് തിരിഞ്ഞിരുന്നത്. പിന്നെ ഞാനും കരുതി ഞാൻ കാരണം അവർക്ക് ഇനിയൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന്. അങ്ങനെ ഞാൻ അടുത്തൊരു കുരങ്ങനെ തേടി പോകുമ്പോഴാണ് മുന്നിലൊരു കുട്ടി കുരങ്ങനെ കണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ അതിൻ്റെ തലയിൽ എന്തോ മുറിവ് പറ്റി ഉണങ്ങിയ പാടൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. പിന്നെ അതിൻ്റെ കൂടെ അങ്ങ് കൂടി. അങ്ങനെ ബോസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ പോയി അവസാനം ബോസ് നടന്നു പോകുന്നത് നേരത്തെ ഞാൻ കണ്ട രണ്ട് കുരങ്ങന്മാരടുത്തേക്കാണ്. ആ പേൻ നോക്കി നിൽക്കുന്ന രണ്ട് കുരങ്ങന്മാർ അതിൻ്റെ അച്ഛനും അമ്മയാണെന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടടാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ബോസ് അവിടെ ഇരുന്ന്. ഞാനെന്തോ ഇവനെ പിടിക്കാൻ വന്നതാണ് എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ബോസ് വേഗം ഇവരുടെ അടുത്തേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ആശാന് പേടിയൊന്നുമില്ല. ആള് ഭയങ്കര കൂളായിട്ട് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ അടുത്തേക്ക് വരുമ്പോഴും അങ്ങനെ പേടിച്ച് നിൽക്കുന്നൊന്നുമില്ല. കാരണം അവൻ്റെ ആൾക്കാർ അവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് അവിടെ നിൽക്കുന്നത്. എന്തായാലും ചുരത്തിലെ എക്കാലത്തെയും മികച്ച മനോഹരമായ കാഴ്ചകൾ ഒന്ന് തന്നെയാണ് ഇവിടുത്തെ ഈ വാനരപ്പട.